गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय राघव राम श्री रघुराम सीताभिराम सीताभिराम രാജാധിരാജനായി ഇരടു ലോകവും വാഴുന്ന രാമ രാമ വില്ലും അമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ കല്ലായിരുന്നൊരു ഹല്യയ്ക്ക് മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ ആനന്ദരാമ ആതങ്കനാശ ലോകാഭിരാമ ലോകാഭിരാമ ജീവിതയാഗത്തിൻ രക്ഷ ചെയ്യാൻ ഞാൻ വിളിക്കുന്നു രാമ രാമ വില്ലും അമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ കല്ലായിരുന്നൊരു ഹല്യയ്ക്ക് മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ കോമള രാമ ശ്യാമള രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ എന്നും അയോധ്യ പോലെന്നിട നെഞ്ചിൽ നീ വാഴണേ രാമ രാമ വില്ലും അമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ കല്ലായിരുന്നൊരു ഹല്യയ്ക്ക് മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ കാരുണ്യ രാമ കാര്യങ്ങൾക്കെന്തിനും കാരണമായ രാമ കാരണമായ രാമ കൗസല്യ ബാലക കൈവല്യദായക കാക്കണേ രാമ രാമ വില്ലും അമ്പും കൈകളിലേന്തിയ സീതയും ശ്രീരാമനുമുണ്ട് എന്ന മഹത്തത്വത്തെ നാരദ മഹർഷി അവിടെ വിശദമാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ മഹത്തത്വത്തിന്റെ രഹസ്യം എന്താണെന്ന് നാരദൻ പിന്നീട് പറയുകയാണ്. പ്രപഞ്ചം ഉണ്ടായത് ഒരു സൂത്രത്തിൽ നിന്നാണ്. സൂത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിന്ദു, എല്ലാം ഉണ്ടാകുന്നത് ഒരു ബിന്ദുവിൽ നിന്നാണ്. ആ സൂക്ഷ്മമായിട്ടുള്ള നമ്മൾ നോക്കിയാൽ കാണാത്ത അത്രയും ചെറിയൊരു ബിന്ദു സങ്കല്പിക്കുക. അത്രയും ചെറിയൊരു ബിന്ദുവിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവൻ. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഭൂമിയെ തന്നെ നമ്മൾ മുഴുവൻ കണ്ടിട്ടില്ല. ആ ഭൂമിയെ പോലെ അനേകം ഗ്രഹങ്ങൾ, സൂര്യന്മാര്